സുഖം തന്നെയല്ലേ? ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ, ഒരു വെണ്ടയ്ക്കായ കറി. കാരണം വെണ്ടയ്ക്കായ കിട്ടുമ്പം എല്ലാവരും എന്താ ചെയ്യുന്നത്, ഒന്ന് ഈ മെഴുക്കുവരട്ടി വെക്കും, അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കും, അല്ലെങ്കിൽ മപ്പാസ് വെക്കും, ഇങ്ങനല്ലേ. അപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരൻ വെക്കാൻ പോവാണ്. ആവശ്യമായിട്ട് 2 മുട്ട വേണം. പിന്നെ ഈ പൊട്ടുകടല എന്ന് പറയുമല്ലോ, അതൊരു 1/2 കപ്പ്. പിന്നെ സവോള, 2 പച്ചമുളക്, 2 വറ്റൽമുളക്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരൻ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ എണ്ണ ചൂടായി, ഇനി സ്വല്പം കടുകിടുകയാണ്. കടുകിട്ട് പൊട്ടി ഇനി ഒരു സവോള അരിഞ്ഞതിടുകയാണ്. ഒരു സവോള, 2 പച്ചമുളക്. വെറൈറ്റി വെണ്ടയ്ക്കത്തോരനാണ് കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചു ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കണ്ടു. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ എളുപ്പം എന്തെങ്കിലും ഒരു കറി കാട്ടിക്കൂട്ടിയിട്ട് പോകാനല്ലേ നോക്കുന്നത്. അന്നേരം അങ്ങനെയൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട്. വരുന്നതിന് വെണ്ടയ്ക്ക, നമ്മൾ 1 കിലോ വെണ്ടയ്ക്കായ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിടുകയാണ്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ഇടാവുള്ളൂ, ഇട്ടാൽ മതി. ഒരു ഞുള്ളു മഞ്ഞൾപ്പൊടി, അപ്പം അവരവരുടെ വെണ്ടയ്ക്ക എടുക്കുന്ന അളവിനനുസരിച്ചൊക്കെ ഇട്ടാൽ മതി. നല്ല ഒരു വെറൈറ്റി വെണ്ടയ്ക്കത്തോരന കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സ്വല്പം പെരുംജീരകം പൊടിച്ചതിടുകയാണ്. പെരുംജീരകപ്പൊടി, അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കണ്ട വെണ്ടയ്ക്കയെല്ലാം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു. അത് ആവിയിലൊന്ന് വെന്തു. തുറന്നു നോക്കാതെ ഇതിനകത്തോട്ട് വറ്റൽമുളകും കൂടി പൊടിച്ചതായത് ഇതിനകത്തോട്ടിടുക. നോക്കാം എങ്ങനെയാണ്. നമ്മൾ ഓരോ രീതിയിലും നമ്മുടെ പിള്ളേരെയൊക്കെ പുഴം കളിപ്പിക്കാൻ നല്ലതാണല്ലോ. എപ്പോഴും ഒന്ന് തന്നെ ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ലല്ലോ. ഒരു വെറൈറ്റി ആയില്ലേ, വെറൈറ്റി വെണ്ടയ്ക്കത്തോരനായി. ഇതിന് പകരം കപ്പലണ്ടി പൊടിച്ചിട്ടാലും മതി. കടല, നിലക്കടല, അതും വറ്റൽമുളകോട് പൊടിച്ചിട്ടാലും ഒത്തിരി നല്ലതാണ്. അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ടാണ് ഞാനിതിട്ടത് കേട്ടോ. അപ്പം എല്ലാ മക്കളും ഇത് കണ്ട് നോക്കുക, പരീക്ഷിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. മുട്ടയും കൂടെ ഒഴിക്കാൻ പോവാണ്. രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു. ഇതും കൂടെ ഇട്ട് നമ്മൾ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്വല്പ സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് ഇളക്കാം. അപ്പം കണ്ട നമ്മുടെ വെണ്ടയ്ക്ക മുട്ടയെല്ലാം നല്ല റെഡിയായി. മുട്ട ഇതിനകത്ത് ഇളക്കി യോജിപ്പിച്ചു.
വെണ്ടയ്ക്കായും മുട്ടയും തേങ്ങായും ഇതെല്ലാം നല്ല അതായിട്ട് വെന്തു നല്ല ഭംഗിയായി. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ആദ്യം തന്നെ എണ്ണയ്ക്കകത്തിട്ട് വഴന്നിട്ട് ബാക്കിയുള്ള സാധനം ഇടാവും. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, എന്നാലും ഒട്ടുകൂടെ പറയുക. വെണ്ടയ്ക്ക നല്ലപോലെ വഴന്നതിന് ശേഷം മാത്രമേ ബാക്കിയെല്ലാം ഇടാവൂ. അല്ലപ്പോൾ നല്ലൊരു വെണ്ടയ്ക്കാത്തോരനായില്ലേ, ഒരു വെറൈറ്റി വെണ്ടയ്ക്കാത്തോരൻ. ഒന്ന് കഴിച്ച് നോക്കട്ടെ ഇതിൽ ഉപ്പുണ്ടോ എന്ന്. ഉപ്പൊക്കെ നോക്കണം നമ്മൾ. ഉപ്പമില്ല അവരവരുടെ ആവശ്യത്തിന് ഇട്ട് വേണം. അതിന് കൃത്യമായ കണക്ക് പറയാൻ പറ്റില്ല, അല്ലാണ്ട് വെണ്ടയ്ക്കായുടെ അളവ് ഒക്കെ അനുസരിച്ച്. സൂപ്പറാണ്, അടിപൊളി. ആ പെരുംജീരകത്തിൻ്റെ ആ ഗ്യാസൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റുണ്ട്. ഈ പൊട്ടുകടലയ്ക്ക് പകരം നിങ്ങൾ കപ്പലണ്ടി, അത് നിലക്കടല മേടിച്ച് പൊടിച്ചിട്ടാലും മതി. അതും വറ്റൽമുളകും കൂടെ പൊടിച്ചിട്ടാൽ മതി. ഏതായാലും കുഴപ്പമില്ല. എന്നാലും അതില്ലാണ്ടത് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടതാണ്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മുട്ട തോരൻ റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഒന്ന് പരീക്ഷിക്കുക, കമൻറ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.